ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് എന്തിനാ നമ്മളിന്ന് വന്നേക്കുന്നേ? ഇന്നിവിടെ എന്തുവാ നമ്മളെന്തോ നോക്കുന്നു? എന്താ ഉറക്കെ പറയാ, കേൾക്കുന്നില്ല. മാസം കാണുന്നത് എന്തിൻ്റെ? റബീഉൽ അവ്വലിൻ്റെ അല്ലയോ? റബീഉൽ അവ്വലിൻ്റെ ഇന്ന് മാസം കണ്ടു കഴിഞ്ഞാൽ നാളെ പെരുന്നാളോ? റബീഉൽ അവ്വലിൻ്റെ മാസം ഇന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തുവാടി? നാളെ എന്തുവാ? നാളെ പറ. അല്ല, റബീഉൽ അവ്വല്. ജാഥ എന്റെ വിട്ട് കളഞ്ഞു, ഞാൻ തിരിച്ചെടുത്തു. റബീഉൽ അവ്വൽ 1 ഇല്ലയോ? ഇന്ന് ഞങ്ങള് മാസം കാണാൻ വന്നേക്കുക. നമ്മൾ പെരുന്നാളിനൊക്കെ നോമ്പിനൊക്കെ മാസം നോക്കാൻ വന്ന സ്ഥലത്ത് തന്നെ വന്നേക്കുന്നത്. അപ്പൊ ഇന്ന് മാസം കണ്ടു കഴിഞ്ഞാല് നാളെ റബീഉൽ അവ്വൽ 1 ആയിരിക്കും ഇല്ലയോ? നാളെ അപ്പൊ റബീഉൽ അവ്വൽ 1 നാളെ കാണുന്നുണ്ട്. നാളെ അപ്പൊ റബീഉൽ അവ്വൽ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി മുതൽ എന്തോ ഉണ്ട് പള്ളികളിലെല്ലാം? മൗലൂദുണ്ട്, ചീരണി ചോറ്. ഇന്ന് രാത്രി തൊട്ട് മൗലൂദും ഭക്ഷണവും ഒക്കെ എല്ലാ പള്ളികളിലും ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ കുറെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടുന്ന് കളിക്കുന്നുണ്ടോ. നമ്മുടെ പണ്ടത്തെ ചോറും കറിയും കളിക്കുവാ ഇവര്. പക്ഷെ ഇവര് ചോറും കറിയായിട്ടല്ല കളിക്കുന്നത്, അവരത് പഠിച്ചാ കളിച്ചോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചോറും കറിയും കളിച്ച സമയത്ത് അവര് ഓരോ സംഭവങ്ങൾ വെച്ച് അവര് പഠിച്ചോണ്ടായിരിക്കുന്നത് ഇല്ലയോ? അപ്പൊ സമയമായി വരുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ, മാസം നോക്കാനുള്ളവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് പിറ കാണുവാണെന്നുണ്ടെങ്കിൽ നാളെ റബീഉൽ അവ്വൽ 1 ദോ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നതോ, അവിടെ ആ കൈലകളിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് മാസം നോക്കാൻ. കണ്ടോ? അവിടെ എല്ലാ ആൾക്കാരും ഇരിപ്പുണ്ട് മാസം നോക്കാൻ വേണ്ടി. എവിടെ മോനെ? എങ്ങോട്ടാ പോണ്ട മാസം നോക്കാൻ? അപ്പൊ അതെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് മാസം നോക്കാൻ വേണ്ടി കേട്ടോ. അതുകൊണ്ട് എല്ലാരും നോക്കുന്നതോ അവിടെ ഇരിക്കുന്നവരൊക്കെ അറിയത്തില്ല, അതോ അവിടെ ഇരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്. എല്ലാരും മാസം നോക്കുന്നുണ്ട്. നിങ്ങൾ മാസം നോക്കാൻ പോവാക്കാം. ടീച്ചർ അങ്ങോട്ട് പോയി പറഞ്ഞോ? ആന്നോ? നാളെ വൈകിട്ടല്ലയോ? അപ്പൊ നേരെ സന്ധ്യ ഇനി അവര് തിരിച്ച് വീട്ടിൽ പോവാ. ടൈം ആകുമ്പോൾ തിരിച്ചങ്ങ് പോവും. ബാങ്ക് കൊടുത്ത എല്ലാ പിള്ളേരും തിരിച്ച് വീട്ടിൽ കയറും. അപ്പോൾ നമ്മളിപ്പം മാസപ്പിറവി കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് മഗ്‌രിബിൻ്റെ സമയത്തിനാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മദ്രസകളിൽ നിന്നും നബിദിനത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബര ജാഥയുണ്ട്. അപ്പോൾ ആ ജാഥയാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അനാചരത്വത്തിലും ആധിപത്യത്തിലെന്ന 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതക്കിടയിലെ സൗഭാഗ്യത്തിന്റെ സന്മാർഗത്തിന്റെ വെള്ളരിപ്രാവായി കടന്നു വന്ന ലോകൈക ഗുരു അഷ്റഫുൽ വറാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ താരകം അസൂയ പൂണ്ടതും ആ മാസമാണ്. മണ്ണിലും പെണ്ണിലും ബഹറിലും പ്രണയം പൂത്ത മാസം അത് റബീ അല്ലാതെ മറ്റേത്. ഇഷ്കിന്റെ വസന്തം പൂക്കുന്ന പുണ്യ റബീഇനെ വരവേറ്റുകൊണ്ട് അകത്തെ മുസ്ലിം ജമാഅത്ത് SYS തുടങ്ങിയ സംഘടനാ കുടുംബം സംഘടിപ്പിച്ച നബിദിന സന്ദേശ വാഹന റാലിത ഈ വാഹനത്തിന്റെ കൂട്ടുപിറകിലായി കടന്നു വരികയാണ്.
അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് നോക്കി. പക്ഷെ നമ്മൾ മാസപ്പിറവി കണ്ടില്ല കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാസപ്പിറവി ദൃശ്യമായി. അങ്ങനെ വന്നപ്പോൾ നാളെ നമ്മുടെ ദ്വീപിൽ റബീഉൽ അവ്വൽ 1 അപ്പോൾ ഇനി മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന നബിദിന പരിപാടികളാണ് നമ്മുടെ ദ്വീപിൽ ഇനി ഉള്ളത്. റോഡുകൾ ഫുള്ളും കളർ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് അലങ്കരിക്കും. അതുപോലെ തന്നെ പള്ളികളിൽ മൗലൂദ് പാരായണത്തോടു കൂടി ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. വളരെ നല്ല രീതിയിൽ നബിദിനം ആഘോഷിക്കും ഇനിയുള്ള 12 ദിവസങ്ങളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നബിദിനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.